ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളും ഹാപ്പി ആയിട്ടിരിക്കണു. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തിരുവോണം വ്ളോഗുമായിട്ടാണ് കേട്ടോ. കുറച്ച് ലേറ്റായി എന്നറിയാം, വേറൊന്നുമല്ല, നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം തന്നെയാണ്. അപ്പം ആദ്യം തന്നെ ഒരു സോറി പറയുകയാണേ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്രാടം ദിവസമാണ് നമ്മളുടെ വീട്ടിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത്. തിരുവോണത്തിൻ്റെ ദിവസം നമ്മൾ ഏട്ടൻ്റെ വീട്ടിലും, അതായത് തറവാട്ടിലും, പിന്നെ എൻ്റെ വീട്ടിലുമായിട്ടാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യാറ്. അങ്ങനെയാണ് എല്ലാ വർഷവും. അതുകൊണ്ടാണ് നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന്, അതായത് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മളെ വീട്ടിൽ സദ്യ ആക്കിയത്. അപ്പം നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കി എല്ലാവരും വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഓണപ്പൂക്കളവും സദ്യയും ഒക്കെ ഞാൻ സെപ്പറേറ്റ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്രാടത്തിൻ്റെ. അപ്പോൾ തിരക്കാണെങ്കിൽ കൂടി എല്ലാം ഒരു ഷോർട്ടായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരുവോണം വ്ളോഗ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ വീട്ടിൽ കാര്യമായിട്ട് സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് നേരെ പോയി. തറവാട്ടിൽ പോയിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് സദ്യ കഴിക്കുകയാണ്. സദ്യ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. അവിടെ വന്ന് ഇനി റെഡി ആയിട്ട് നമ്മൾ നേരെ പുഴക്കാട്ടിലേക്ക് പോകും. അങ്ങനെയാണ് എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓടി പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം പാറക്കുട്ടി ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്. അവിടെ വീട്ടിൽ എല്ലാവരും വന്നിട്ടുണ്ട്, ചേച്ചിയും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കളിക്കാനായിട്ട് റെഡിയായിട്ട് 5-6 ആൾക്കാരുണ്ട്. ഇപ്പോൾ രക്ഷയുണ്ടാവില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും റെഡിയായി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം. പാറക്കുട്ടി അമ്മൽ ഓൾറെഡി ഇതാ വാനിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ, റെഡി ആയിട്ട്. ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ വീട്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു മഴ മാറാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ പുഴക്കാട്ടിൽ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുഴക്കാട്ടിൽ വന്നു. നമ്മളെല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു തറവാട്ടിൽ. അവിടെ അച്ഛനും അമ്മയ്ക്കും ഏട്ടൻ്റെ അനിയൻ്റെ മക്കൾക്കും, പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ എല്ലാ കുട്ടികൾക്കും ഒക്കെ നമ്മൾ ഓണക്കോടി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വർഷവും നമ്മളെല്ലാവർക്കും ഓണക്കോടിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഓണക്കോടിയൊക്കെ കൊടുത്തു. പിന്നെ വീട്ടിൽ നിന്ന് നേരത്തെ സദ്യ കഴിച്ച് പോകുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും അമ്മയും ചേച്ചിയൊക്കെ സദ്യ വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തിരുവോണ സദ്യ കഴിക്കൂ കേട്ടോ. അങ്ങനെയാണ്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അതോ സാധാരണ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് തന്നെയാണോ കഴിക്കുക, എങ്ങനെയാണെന്നൊന്ന് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ അവിടെ നിന്ന് കഴിച്ചു പോകുന്നത് കൊണ്ട് ഇവിടെ വന്നപ്പോഴേക്ക് വിശന്നിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചു. നല്ല പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൂക്കുമുട്ട ഇവിടുത്തെ സദ്യ കൂടി കഴിച്ചു. അപ്പോഴേക്കും ഇതാ മണിക്കുട്ടൻ അവിടെ നിന്ന് നല്ല ബോഡി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്. അപ്പോൾ അതിന് ഇരുത്താണ് കേട്ടോ കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് ഒരു ചില്ലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈവനിങ് ആയപ്പോൾ അത് നന്ദുട്ടി ഇട്ട പൂക്കളാണ് കേട്ടോ, അത് പറയാൻ മറന്നുപോയി. നന്ദുട്ടി ഇട്ട പൂക്കളാണത്. ഈവനിങ് ആയപ്പോൾ മക്കളെല്ലാവരും കൂടെ ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി കളിക്കാനായിട്ട്. 6 ആളും കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു രക്ഷയില്ല കേട്ടോ വീട്ടിൽ. അതാണ്, അവരും കൂടെ വീട് തിരിച്ചു വെക്കണ ഒരു അവസ്ഥ കൊണ്ടെത്തിക്കും. അതാണ് കാരണം. ഇപ്പം നമ്മളൊന്നും പറയില്ല, കാരണം അവരെപ്പോഴെങ്കിലൊക്കെ അല്ലേ കൂടുതലോ. പിന്നെ ഓണൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മക്കൾക്കൊരു ചിൽ പവറാണല്ലോ. പിന്നെ അപ്പം നമ്മളും എല്ലാവരും കൂടി ഇങ്ങനെ സിറ്റ് ഔട്ടിൽ കൂടിയിരുന്ന് ഓണവിശേഷങ്ങൾ പറഞ്ഞു. ചേച്ചിയുടെ ഓണവിശേഷങ്ങൾ, ഞാൻ എൻ്റെ ഓണവിശേഷങ്ങൾ, അങ്ങനെ എല്ലാവരുടെ കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നു. അതിനിടയിൽ ഇതാ പാറക്കുട്ടി വന്ന് ചിണുങ്ങുന്നുണ്ട്, സാറ്റ് അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ താട്ടൻ ഒളിച്ചു നിർത്തിയിരിക്കാൻ 2 ആളെയും. മറ്റൊരു എണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് പോയി സാറ്റ് അടിക്കാമെന്നും പറഞ്ഞിട്ടോ. അപ്പോൾ അത് ഒളിച്ചു കൊണ്ടുപോയി 2 ആളെയും സാറ്റ് അടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് കണ്ടാലും കണ്ടില്ലെങ്കിലും സാറ്റ് അടിക്കണം, അതാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു ഓണവിശേഷങ്ങളും സന്തോഷങ്ങളും ഒക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.